വെറുതെ വെള്ളത്തിൽ കഴുകിയാലൊന്നും ഈ അണുക്കൾ പോവില്ല. ഈ അണുക്കൾക്ക് ഇപ്പോൾ നമ്മൾ മൈക്രോസ്കോപ്പിക്ക് ഇത് നോക്കിയാൽ അറിയാം, അതിന്റെ പുറത്ത് മുള്ളുണ്ട്. മുള്ളു പോലെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. എങ്ങനെ വെള്ളം ഒഴിച്ച് കഴിയാലും പോവില്ല. അത് പോകണമെങ്കിൽ സോപ്പിട്ട് തന്നെ കഴുകണം. സോപ്പിട്ട് കഴിയാതെ എല്ലാം നല്ല 100% പോയി കിട്ടും. അപ്പോൾ നമ്മൾ ടോയ്ലറ്റിൽ തന്നെ ഒരു സോപ്പ് പെട്ടി അടിച്ചു വെക്കണം. ഇന്നില്ലാത്തവരൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിയന്തരമായിട്ട് ചെയ്യേണ്ട വീട്ടിലെ ടോയ്ലറ്റിൽ ഒരു സോപ്പ് പെട്ടി അടിച്ചു വെച്ച് അതിനകത്ത് ഒരു പകുതി സോപ്പ് ഇട്ട് വെക്കാം. അവിടെ നിന്ന് കഴിയുന്നവർ എല്ലാവർക്കും അറിയാം കൈ എഴുതുന്ന സ്റ്റെപ്പുകൾ. അതുപോലെ തന്നെ അങ്ങനെ തന്നെ ആ സ്റ്റെപ്പുകൾ അവിടെ ഇരുന്ന് പെട്ടെന്നൊന്ന് ഈ അറ്റമൊക്കെ ഇങ്ങനെ കഴുകി ഇത്രയും ഭാഗം കഴുകിയിട്ട് വേണം അവിടെ നിന്ന് ഇറങ്ങാനായിട്ട്. അത് കുട്ടികൾ തൊട്ട് ശീലിച്ചില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ഈ ഒരു കൈ എഴുതുന്നതിന് നമുക്ക് എത്ര രൂപ ചിലവ് വരും? പിന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ പറയാ. ചിലവർ പച്ചവെള്ളമേ കുടിക്കുള്ളൂ. അത് ആര് പറഞ്ഞിട്ട് പച്ചവെള്ളം കുടിക്കുന്നത്? പച്ചവെള്ളം കുടിക്കുന്നത് മൃഗങ്ങൾക്കാണ്. ആടിനും ഒക്കെ പച്ചവെള്ളം കൊടുക്കുക. മനുഷ്യന് ബുദ്ധിയുള്ളതുകൊണ്ട് തിളപ്പിച്ച വെള്ളമേ കുടിക്കാൻ പാടുള്ളൂ. തിളപ്പിച്ച വെള്ളം തണുപ്പിച്ചിട്ട് മൺകലത്തിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ വെച്ചിട്ട് പച്ചവെള്ളം എന്ന് പറഞ്ഞ് കൊടുക്കുക. നിങ്ങൾ സ്ത്രീകൾ വീട്ടിൽ തിളപ്പിക്കുന്നവർ അവർ പച്ചവെള്ളം ചോദിച്ചാൽ ആ പച്ചവെള്ളം ആണെന്ന് പറഞ്ഞ് തിളപ്പിച്ചാറ്റി വെച്ചേക്കുന്ന വെള്ളം കൊടുക്കുക. ഒരു മൺകലത്തിനകത്ത് വേണമെങ്കിൽ ഇപ്പം മൺകലം ടാപ്പൊക്കെ ഉള്ള മൺകലം കിട്ടും. അത് വേണമെങ്കിൽ അതിനകത്ത് ഒഴിച്ച് വെച്ചിട്ട് ഒരു പിടിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഒരു ടാപ്പിൽ നിന്ന് എടുക്കുക, അല്ലെങ്കിൽ പിടി വെച്ച് പിടിയുള്ള കപ്പ് വെച്ചിട്ട് കോരി എടുക്കാം, അല്ലെങ്കിൽ ഫ്രിഡ്ജ് വെച്ച് കുടിക്കുക. ഇതേ വെള്ളം തന്നെയാണ് ഉപ്പിലിട്ടതും ഈ കടുമാങ്ങായിട്ട് വെക്കുന്നതും നോമ്പിനുള്ള കൊടുക്കുന്ന വെള്ളമൊക്കെ വരുന്നത്. അതുപോലെ വെൽക്കം ഡ്രിങ്ക്, ഈ പിന്നെ മലം കലങ്ങിയ വെള്ളം വെൽക്കം ഡ്രിങ്കിനകത്ത് കലക്കി കൊടുത്തു കഴിഞ്ഞാലോ അത് തിളപ്പിച്ചാറ്റി വെള്ളമായിരിക്കണം, അല്ലെങ്കിൽ ഫിൽറ്റർ വെള്ളമായിരിക്കണം. ഇത് രണ്ടുമല്ല. വരുന്നവർക്കെല്ലാം ഇങ്ങനെ കൊടുക്കുക. പിന്നെ കല്യാണത്തിന് വരുന്ന കുറേ പേർക്ക് കുപ്പിവെള്ളം കൊടുക്കും, ബാക്കിയുള്ളവർക്ക് പൈപ്പ് വെള്ളം കൊടുക്കും. അതിനാണ് ഇപ്പോൾ ഈ 170 പേര് ഇപ്പോൾ ഈ മഞ്ഞപ്പിത്തം പിടിച്ച് ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. വെള്ളം തിളപ്പിക്കാനായിട്ട് എത്ര രൂപ ചിലവ് വേണ്ടി വരും? ഈ കൈ സോപ്പിട്ട് എഴുതുന്നതിന് എത്ര രൂപ വേണ്ടി വരും? ഇപ്പം മഞ്ഞപ്പിത്തം വന്നിട്ട് ലിവർ ഫെയിലിയറായി ലിവർ മാറ്റിവെക്കാൻ നടക്കുക. എത്ര രൂപ? 50 ലക്ഷം 70 ലക്ഷം കോടിക്കണക്കിന് രൂപ അതിന് പിന്നെ സ്വരൂപിച്ചുകൊണ്ടിരിക്കുക. ഈ സോപ്പിട്ട് കഴുകുന്നതിന് എത്ര രൂപ ചിലവ്? അവിടെ ദയവ് ചെയ്ത് എല്ലാവരും വീട്ടിലുള്ളവരും കുട്ടികളും തിളപ്പിച്ചാറ്റി വെള്ളം കുടിക്കാനും പുറത്തു പോയാലും തിളപ്പിച്ച വെള്ളം തന്നെ വേണം. തിളപ്പിച്ചാറ്റി വെള്ളം തന്നെ തരാൻ പറയാം. അല്ലെങ്കിൽ ഫിൽറ്റർ വെള്ളം മേടിച്ചു കുടിക്കുക, അല്ലെങ്കിൽ വെള്ളം വാട്ടറിന്റെ മേടിച്ചു കുടിക്കുക. അതിനകത്ത് കുറച്ച് അണുക്കളൊക്കെ ഉണ്ട്, എങ്കിലും നമുക്ക് കുറെ ഇത് തടയാൻ പറ്റും. നമ്മുടെ ഈ കയ്യിൽ പറ്റുന്ന അണുക്കൾ നമ്മൾ പിന്നെ കൈ കഴുകാതെ നമ്മുടെ വീട്ടിലുള്ള ചെറിയ കുട്ടികൾക്കൊക്കെ ചോറ് വാരി കൊടുക്കുക, അല്ലെങ്കിൽ ഭക്ഷണം വാരി കൊടുക്കുകയാണെങ്കിൽ ഈ അഴുക്കെല്ലാം കുട്ടികൾക്ക് പോകും. അല്ല അത് വെച്ച് നമ്മൾ പൊറോട്ട കുഴയ്ക്കുക, അല്ലെങ്കിൽ മാവ് കുഴയ്ക്കുക, അതൊക്കെയാണ് കടകളിൽ പറ്റുന്നത്. ഈ അഴുക്ക് വെച്ചിട്ട് മറ്റുള്ള പല ആൾക്കാരും ഇതിങ്ങനെ കലക്കുന്ന സമയത്ത് വെൽക്കം ഡ്രിങ്ക് കലക്കുമ്പോൾ അത് ഈ അഴുക്കൊക്കെ അതിനകത്ത് കയറും. അതുപോലെ തന്നെ തിളപ്പിച്ച വെള്ളം ഒഴിക്കാത്ത സാധനങ്ങൾ, ഇപ്പോൾ തൈര് കലക്കാൻ, സലാഡ് കലക്കാൻ, പിന്നെ കറിയിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാൻ, അല്ലെങ്കിൽ തിളപ്പിച്ച വെള്ളത്തിലേക്ക് തണുപ്പിക്കാൻ വേണ്ടി പച്ചവെള്ളം ഒഴിക്കുക. അപ്പോൾ വെള്ളം നല്ല ഇളം ചൂടായിട്ട് വരും. ആ ഇളം ചൂടിലാണ് ഈ അണുക്കളെല്ലാം ഏറ്റവും ഓപ്റ്റിമം ടെമ്പറേച്ചർ എന്ന്. അവിടെയാണ് അവർ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. ആ സമയത്ത് കുടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അസുഖം പിടിക്കും. അപ്പോൾ ഇത് ശ്രദ്ധിച്ചില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് വരും.